അറിഞ്ഞും അറിയാതെയുമൊക്കെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകളും പടച്ച റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് നാം ഏവർക്കും പരിപൂർണ മഗ്ഫിറത്തും മാപ്പും തന്നനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, മറ്റ് ബലാ, മുസീബത്ത്, ഷർറുകൾ എല്ലാത്തിനും ശിഫ തന്ന്, കാവല് തന്ന്, സംരക്ഷണം തന്ന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വിട പറഞ്ഞവർ, മറ്റു കൂട്ടുകുടുംബാദികളിൽ നിന്ന് മൗത്തായവർ, ഉസ്താദുമാരിൽ നിന്ന് വേർപെട്ടു പോയവർ, നമ്മുടെ മഹലിൽ നിന്ന് വിട പറഞ്ഞു പോയവർ, നമ്മുടെ മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ഏവരുടെയും ഖബറുകൾ അല്ലാഹു വെളിച്ചത്തിലാക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയലും പഠിക്കലും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രഥമ ബാധ്യതയാണ് എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഓരോ റബീഉൽ അവ്വലുകളിലും നമ്മൾ ഓർക്കേണ്ടത് അതാണ്. ഓരോ റബീഇന്റെ മാസവും നമ്മുടെ ആയുസ്സിൽ ഓരോ വർഷവും കടന്നു വരുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ്. ഇനി 2 ആഴ്ച കൂടി മാത്രമാണ് ഈ വർഷത്തെ റബീഉൽ അവ്വൽ മൗലിദിന്റെ, മദ്ഹിന്റെ, നബിദിനത്തിന്റെ മാസത്തിന് ഇനി അവശേഷിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൃഷ്ടാവാകുന്ന പടച്ച റബ്ബും തമ്മിലുള്ള ബന്ധം മുത്തുനബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആദരവും സ്ഥാനവും പദവിയും, അല്ലാഹു കൊടുത്ത സ്ഥാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ പ്രവാചകന് എന്ത് സ്ഥാനമാണുള്ളത് എന്ന് ഉള്ളൊരു ആത്മപരിശോധനക്ക് അതൊരു കാരണമാകും. ആ നബിയെ കൊണ്ടല്ലാതെ ദുനിയാവും ആഖിറവും നമ്മുടെ രക്ഷപ്പെടുകയില്ല എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണല്ലോ. നമ്മുടെ ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിലും ആ നബിയിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാകൂ. റബ്ബും റസൂലും തമ്മിലുള്ള ബന്ധം അത് നമ്മൾ തിരിച്ചറിയുമ്പോ നമ്മളും റസൂലും തമ്മിൽ എന്ത് ബന്ധാനുള്ളത് എന്ന ആത്മപരിശോധന നടത്താൻ അത് കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത് അന ഹബീബുല്ലാഹി വലാ ഫഖർ എന്നാണ്. ഞാൻ വലിയ വലുപ്പം പറയുന്നല്ല, ഫഖർ പറയുന്നല്ല, അഭിമാനം പറയുന്നല്ല. അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ഹബീബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കാരൻ, സ്നേഹിതൻ എന്നൊക്കെയാണല്ലോ അർത്ഥം. ഞാൻ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാണ്, ഞാൻ അല്ലാഹുവിന്റെ സ്നേഹിതനാണ്, കൂട്ടുകാരനാണ്. റസൂല് തന്നെ പറയാണ്, ഒരു ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് കടന്നുപോയ വലിയൊരു ആത്മബന്ധം അല്ലാഹുവും റസൂലും തമ്മിലുണ്ടായിരുന്നു.
ഖാലിഖും മഖ്ലൂഖും എന്ന് പറഞ്ഞ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം. അള്ളാഹു സൃഷ്ടാവാണ്, റസൂല് സൃഷ്ടിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്നുപോയ ഒരു വലിയൊരു ബന്ധം അള്ളാഹുവും റസൂലും തമ്മിലുണ്ടായിരുന്നു എന്നാണ്. പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ അള്ളാഹു മടിക്കുന്ന വലിയൊരു ആത്മബന്ധം. പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ അള്ളാഹ് മടിക്കുന്ന നിലക്കുള്ള വലിയൊരു ബന്ധം. ആദം നബി അലൈഹിസ്സലാമിനെ പേര് വിളിച്ചിട്ടുണ്ട് അല്ലാഹ്. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ താമസിക്കുക, പ്രവേശിക്കുക. ആദം നബിയുടെ പേര് വിളിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് വിളിച്ചിട്ടുണ്ട്. യാ ഇബ്രാഹിം ഖസ്സദ്ദഖ്ത റുഇയ. പരിശുദ്ധമായ ഖുർആനാണ്. ഇബ്രാഹിമേ അലൈഹിസ്സലാം എന്നാണ് അള്ളാഹ് വിളിച്ചത്. മൂസ നബിയുടെ പേര് വിളിച്ചിട്ടുണ്ട്. യാ മൂസ ലാ തഖഫ്. ഏ മൂസ, നീ പേടിക്കരുത്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈസ നബി അലൈഹി സ്വലാമിന്റെ പേര് വിളിച്ച് യാ ഈസ ഇബ്ന മറിയം, മറിയമിന്റെ മകൻ ഈസ എന്നൊക്കെ മറ്റു പ്രവാചകന്മാരുടെ എല്ലാം പേര് വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം യാ അയ്യുഹർ റുസുൽ, റസൂലായിട്ടുള്ളവരെ, യാ അയ്യുഹൻ നബി, നബിയായിട്ടുള്ളവരെ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, പുതപ്പെട്ട് മൂടി പുതച്ച് കിടക്കുന്നവരെ എന്നൊക്കെ പറഞ്ഞ ആ നിലക്ക് നബിയെ, റസൂലെ, നബിയായിട്ടുള്ളവരെ റസൂൽ എന്നേ വിളിച്ചിട്ടുള്ളൂ. ഇബ്രാഹിം നബീനെ വിളിച്ച പോലെ ഇബ്രാഹിം അലൈഹിസ്സലാം എന്നതുപോലെ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു വിളിയില്ല. പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ പോലും അള്ളാഹു മടിക്കുന്ന നിലക്കുള്ള വലിയൊരു ആത്മബന്ധം അള്ളാഹുവും അള്ളാന്റെ റസൂലും തമ്മിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇത്ര വലിയ സ്ഥാനം ഈ ദുനിയാവിൽ ഒരു സൃഷ്ടിക്കും അള്ളാഹു കൊടുക്കാത്ത സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ചവൻ നൽകിയിട്ടുണ്ട്. ഒരു സൃഷ്ടിക്കും റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന സയ്യിദു വൽദി ആദം, ആദം സന്തതികളുടെ നേതാവ് ഞാനാണ്, മനുഷ്യരുടെ നേതാവ് ഞാനാണ്. അന ഖാതിമുൻ നബിയീൻ, നബിമാരുടെ നേതാവ്, അവസാനത്തെ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ, നബിമാരുടെ റസൂലുമാരുടെ കൂട്ടത്തിൽ ഒന്നാമൻ, ഇതൊക്കെ ഞാനാണ്. അന അക്രമുൽ അവ്വലീന വൽ ആഖിരീൻ, ഞാനാണ് ഏറ്റവും ബഹുമാന്യരായ ആദരണീയ വ്യക്തിത്വം മുൻഗാമികളിലും പിൻഗാമികളിലും. മുമ്പ് അങ്ങനെ ഒരാൾ കഴിഞ്ഞു പോയിട്ടില്ല, ഇനി അങ്ങനെ ഖിയാമത്ത് നാളെ വരെ വരാനില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദരണീയ വ്യക്തിത്വം ഞാനാണ്. റസൂല് വലിപ്പം പറയുന്നതല്ല, അള്ളാഹ് കൊടുത്ത പദവി റസൂൽ എടുത്തു പറയുന്നതാണ്. അള്ളാഹു നബിക്ക് കൊടുത്ത സ്ഥാനം, പദവി, അതെടുത്തു പറയുന്ന. ദുനിയാവിലെ ആഖിറത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും, ആഖിറത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറഞ്ഞാൽ നാളെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലിഖാഅൻ, പടച്ചോനെ കാണാൻ പറ്റുക. അതാണ് ആഖിറത്തിലെ, സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതിനേക്കാളും വലിയൊരു സന്തോഷം ഇല്ല. 14 രാവിലെ പൂർണ്ണചന്ദ്രനെ കാണും പോലെ അത്ര വ്യക്തമായി വിശ്വാസികൾ അള്ളാഹുവിനെ കാണും. സ്വർഗത്തിൽ വെച്ച് പടച്ചോനെ കാണാൻ പറ്റും. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. ആഖിറത്തിലെ, സ്വർഗത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. കാലങ്ങളോളം സ്വർഗത്തിലെ എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ആസ്വാദ്യങ്ങളിലും മുഴുകി ജീവിച്ച മനുഷ്യൻ ഒരു സെക്കൻഡ് അള്ളാഹുവിനെ കാണുമ്പോ അതുവരെ അനുഭവിച്ച മുഴുവൻ സുഖങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് മറന്നുപോകും. റസൂല് പറയാണ്, അള്ളാഹിനെ കാണുമ്പോ എല്ലാം മറക്കും.
അതുവരെ അനുഭവിച്ചതൊന്നും ഒന്നുമല്ല. അതുവരെ സ്വർഗത്തിൽ ആസ്വദിച്ച കാര്യങ്ങൾ ഒന്നുമല്ല. എല്ലാം മറക്കുന്ന നിലക്ക് അത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിനെ കാണുക. അത് സ്വർഗത്തിലാണ് സാധ്യമാകുന്നത്. അത് ആഖിറത്തിലാണ്, സ്വർഗത്തിലാണ് ആ ഭാഗ്യം നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആ മഹാസൗഭാഗ്യം അള്ളാഹു കൊടുത്തിട്ടുള്ളത് സൃഷ്ടികളിൽ വെച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. ഈ ദുനിയാവിൽ വെച്ച് അങ്ങനൊരു സൗഭാഗ്യം അള്ളാഹു കൊടുത്തത്, അള്ളാഹുവിനെ കാണാൻ സ്വർഗവാസികൾ അതുവരെ അനുഭവിച്ച സൗഭാഗ്യങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് മറന്നു പോകുന്ന നിലക്കുള്ള ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അത്ഭുതം അള്ളാഹുവിനെ കാണുക. അത് ദുനിയാവിൽ വെച്ച് തന്നെ അതിന് അള്ളാഹു തെരഞ്ഞെടുത്തത് ثم دنا فتدلى فكان قاب قوسين أو أدنى. അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ മഹാസൗഭാഗ്യം അള്ളാഹു നൽകിയത് പരിശുദ്ധ റസൂൽ. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാതു ലില്ലാഹ്. അല്ലാഹനെ കണ്ട സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എല്ലാ അഭിവാദ്യങ്ങളും, എല്ലാ തിരുമുൽ കാഴ്ചകളും, എല്ലാ സ്വാഗതങ്ങളും റബ്ബേ നിനക്കാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് തിരിച്ചു പറഞ്ഞതാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയേ, അങ്ങേക്കാണ് എല്ലാ സലാം, എല്ലാ രക്ഷയും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ ബറക്കത്തുകളും. അപ്പൊ നബി തിരിച്ചു പറഞ്ഞതാണ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എനിക്ക് മാത്രം പോരാ, എന്റെ അനുയായികൾ, സജ്ജനങ്ങളായ മുഴുവൻ അടിമകൾ, അവർക്കെല്ലാവർക്കും നിന്റെ രക്ഷയും നിന്റെ കരുണയും വേണം റബ്ബേ. അത് കേട്ടപ്പോഴാണ് ആകാശലോകത്തുള്ള മലക്കുകൾ വിളിച്ചു പറഞ്ഞത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത്തഹിയാത്തിന്റെ സാരാംശം അതാണ്. ആ കൂടിക്കാഴ്ചയുടെ സമയത്ത്, മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവും റസൂലും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ സമയത്ത് അവര് തമ്മിൽ നടന്ന സംസാരമാണ് യഥാർത്ഥത്തിൽ അത്തഹിയാത്തായി നാം ഓതിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ സൗഭാഗ്യങ്ങളും, ആഗ്രഹങ്ങൾ, റസൂലിന്റെ ആഗ്രഹങ്ങൾ ചോദിക്കാതെ തന്നെ, റസൂല് ചോദിക്കാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടറിഞ്ഞ് നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഅ. നബിയേ, അങ്ങ് ആകാശലോകത്തേക്ക് നിരന്തരം അങ്ങയുടെ കണ്ണ് പായിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നബിയേ. നിരന്തരം ആകാശലോകത്തേക്ക് അങ്ങയുടെ കണ്ണ് പായിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്താണ് സംഭവം? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോ, മദീന ചെന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ചോൻ നിർദ്ദേശം കൊടുത്തു, ഇതുവരെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞാ നിസ്കരിച്ചത്, ഇനി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജൂതന്മാര് അവരുടെ ഏറ്റവും വലിയ ഖിബ്ലയായി അന്ന് അംഗീകരിച്ചിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസ്, അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള നിർദ്ദേശം പടച്ച റബ്ബ് കൊടുത്തപ്പോ റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു. പക്ഷേ അപ്പോഴും റസൂൽ ആഗ്രഹിച്ചത്, കൊതിച്ചത് പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാനുള്ള അനുവാദം ഒന്ന് ലഭിച്ചെങ്കിൽ. അതുകൊണ്ട് എപ്പോഴും ആകാശത്തേക്ക് വഹി പ്രതീക്ഷിച്ചു നോക്കും. ഇതിനെപ്പറ്റിയാണ് റസൂലുള്ളാഹി പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ ആകാശത്തേക്ക് നിരന്തരം കണ്ണ് പായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അങ്ങ് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട പരിശുദ്ധമായ കഅബയുടെ ഭാഗത്തേക്ക്, മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക്, ഖിബ്ല കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞങ്ങ് നിസ്കരിച്ചു കൊള്ളുക എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ റസൂൽ ചോദിച്ചിട്ടില്ല. ഖിബ്ല ഒന്ന് തിരിച്ചു തരാൻ റസൂൽ ചോദിച്ചിട്ടില്ല. പക്ഷെ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഇടക്ക് നോക്കും.
വഹി ഇറങ്ങുന്നുണ്ടോ എന്ന്. ഒരു പള്ളിയില്, മദീനയുടെ ബോർഡറിലുള്ള ഒരു പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ആ നിസ്കാരത്തിലാണ്, 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഈ ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. ആ നിസ്കാരത്തിൽ വെച്ച് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. അവിടെയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ ഉള്ളത്. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾ അവരുടെ സിയാറത്തിന്റെ ഭാഗമായിട്ട് പോകുന്ന മസ്ജിദുൽ ഖിബ്ലത്തൈൻ, 2 ഖിബ്ലയുള്ള പള്ളി. ഇപ്പൊ എങ്ങോട്ട് തിരിഞ്ഞാണോ നിസ്കരിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഖിബ്ല തെറ്റിച്ചുകൊണ്ടുള്ള, മാറ്റിക്കൊണ്ടുള്ള ഈ ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. റസൂൽ ചോദിച്ചിട്ടല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്. അത് കണ്ട് തിരിച്ചറിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിറവേറ്റി കൊടുക്കണം. ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ, എന്തൊക്കെ ആഗ്രഹങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ നിലക്കാണോ പടച്ചവൻ ആദരിക്കേണ്ടത് ആ നിലക്കെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ട്. നൽകാനുള്ള പദവികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൊടുക്കാതിരുന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ പോലും മടി കാണിക്കുന്ന നിലക്കുള്ള വലിയ ആത്മബന്ധവും വലിയ ആദരവും അല്ലാഹുവും റസൂലും തമ്മിൽ, അല്ലെങ്കിൽ അല്ലാഹുവിന് റസൂലിനോടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ റസൂലിന് എന്ത് സ്ഥാനമുണ്ടെന്നാണ്. പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാൻ പോലും മടിക്കുന്നവരാണ് നമ്മളെങ്കിൽ, റസൂലിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാൻ പോലും മടിക്കുന്നവരാണ് നമ്മളെങ്കിൽ, റസൂല് രാത്രി പാതിരാ സമയത്ത് സുന്നത്ത് നിസ്കരിച്ച് കാലില് നീര് വന്ന് വീർത്ത് നിന്ന് നിസ്കരിക്കാൻ പറ്റാതായി പോകുന്ന നിലക്ക്, ആ നിലക്ക് സുന്നത്ത് നിസ്കരിച്ച റസൂൽ, നമ്മൾ ഫർദ് നിസ്കരിക്കാൻ നമ്മൾ മടിയുള്ളവരാണെങ്കിൽ, സുബഹ് നമ്മൾ ഖളാ ആക്കുന്നവരാണെങ്കിൽ, ജീവിതത്തിന്റെ ദുനിയാവിന്റെ കച്ചവടങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നിസ്കരിക്കാൻ, ഒരു വഖത്ത് നിസ്കരിക്കാൻ നമുക്ക് സമയമില്ലാത്തവരാണെങ്കിൽ, ആ റസൂലും നമ്മളും തമ്മിൽ എന്ത് ബന്ധമുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു. ആ റസൂലും നമ്മളും തമ്മിൽ എന്ത് ബന്ധാനുള്ളത്. വീണ്ടും ഒരു റബീഉൽ അവ്വൽ കടന്നു വരികയാണ്. സമയം കടന്നു പോയത് കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കാണ്. വീണ്ടും ഒരു റബീഉൽ അവ്വൽ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർവായനയ്ക്കും ആത്മപരിശോധനയ്ക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളും ആ റസൂലും തമ്മിൽ എന്ത് ബന്ധമുണ്ട്. നാളെ പരിശുദ്ധ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നോ അല്ലാത്ത ആഗ്രഹവും ദുആയും ഒക്കെയാണ്. നമ്മൾ കയ്യിൽ എന്തുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് എന്തെങ്കിലും തിരുത്തലുകൾ ജീവിതത്തിൽ വരുത്താനുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണിത്. നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കാൻ, റസൂലിനോട് യഥാർത്ഥ നിലക്ക് മഹബ്ബത്ത് വെക്കുന്നവരായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിബറകത്തി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നബിദിനവുമായി റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ 1-2 ആഴ്ചകളായി ഇവിടെ നടക്കുന്ന അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം എന്ന് ഞാൻ ഉണർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. നബിദിനം റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും അത് കടന്നു വരുമ്പോൾ അതൊരു ഇബാദത്താണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദുനിയാവില്, നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ